الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل يوم سلام هي حتى مطلع الفجر رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും യഥാവിധി കാത്ത് സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൻ്റെ ആദ്യ പകുതിയും നമ്മിൽ നിന്ന് വേറിട്ട് കഴിഞ്ഞു. അതിൻ്റെ അവസാനത്തെ 10ലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്നാണ് റമദാനിൻ്റെ സുദിനങ്ങൾ നമ്മിൽ നിന്ന് കൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ
ഉത്കൃഷ്ടമായ റമദാനിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനങ്ങളിലേക്ക് അടുക്കുന്ന നമ്മൾ അതിൻ്റെ അവസാനത്തെ 10 ആ പ്രാധാന്യവും അതിൻ്റെ മഹത്വവും അറിഞ്ഞുകൊണ്ട് ശ്രദ്ധയോടുകൂടി അതിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങണേ എന്ന് എന്നോടെന്ന പോലെ ഓർമ്മിപ്പിക്കുന്നു, ഉണർത്തുകയാണ്. മടികളെല്ലാം ഒഴിവാക്കി റമദാനിൻ്റെ തുടക്കത്തിലുള്ള നമസ്കാരത്തിൻ്റെ ചൈതന്യം, സ്വഫുകളുടെ എണ്ണം കൂടിയിരുന്നു. പിന്നീട് അതിങ്ങനെ കുറഞ്ഞു വന്നിട്ടുണ്ട്. മനുഷ്യരുടെ ഒരു തൊബിയത്തിൽപ്പെട്ടതാണത്. ഒരാവേശത്തള്ളിച്ച പല ആളുകളിലും ഉണ്ടാവും. പിന്നീട് അതൊക്കെ ഒരു അലസഭാവത്തിൽ അതിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരു രീതി. അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും കാണിച്ചിരുന്ന മാതൃക നേരെ വിഭിന്നമാണ്. റമദാനിന്റെ ദിവസങ്ങൾ ഓരോന്നും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നിടത്തോളം അവർ കൂടുതൽ കൂടുതൽ ഉത്സാഹഭരിതരും ശ്രദ്ധാലുക്കളുമായിരുന്നു. കാരണം അവർ മനസ്സിലാക്കിയിരുന്നത് ഈ മാസം എന്നുള്ളത് കഴിഞ്ഞുപോയ ഒരു വർഷത്തിനിടയിലുള്ള തങ്ങളുടെ പാപങ്ങൾ പൊഴിയാനുള്ള, അവസാനിപ്പിക്കാനുള്ള, പാപങ്ങളെ മായ്ച്ചു കളയുവാനുള്ള ഒരു അവസരമായി കൊണ്ടാണ് സഹാബിമാർ നബിയിൽ നിന്നും മനസ്സിലാക്കിയത്. റമദാനു ഇലാ റമദാൻ മുകഫിറാത്തുൻ ലിമാ ബൈനഹുന്ന. 2 റമദാനുകൾക്കിടയിലുള്ള പാപങ്ങൾ മുഴുവനും ഒരു റമദാൻ ഇല്ലാതാക്കി കളയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതിൽ തന്നെ അതിൻ്റെ അവസാനത്തെ 10 ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു രാത്രി ലൈലത്തുൽ ഖദർ എന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് പഠിപ്പിച്ചു തന്ന 1000 മാസത്തേക്കാൾ പുണ്യകരമായ ഒരു രാത്രി. ആ രാത്രിയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്, ഇന്ന ഹാദ ശഹർ ഖദ് ഹദറക്കും വഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ മൻ ഹുരിമഹാ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ലുഹു വലാ യുഹ്രിമു ഖൈറഹാ ഇല്ലൽ മഹ്റൂം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നത് ഇങ്ങനെയാണ്: നിശ്ചയമായും ഈ മാസം എന്നുള്ളത് ഖദ് ഹദറത്തുക്കും, അത് നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. പരിശുദ്ധ റമദാൻ മാസം നിങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വഫീഹി ലൈലത്തുൻ, ഈ റമദാനിൽ ഒരു രാത്രിയുണ്ട്. എന്താണ് ആ രാത്രിയുടെ പ്രത്യേകത? ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ഉത്തമമായ പുണ്യകരമായ ഒരു രാത്രി ആ മാസത്തിലുണ്ട്. മൻ ഹുരിമഹ, ആർക്കാണോ അത് തടയപ്പെട്ടത് എന്ന് വെച്ചാൽ ആ രാത്രിയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ പോരിശ, അതിന്റെ ശ്രേഷ്ഠത നേടിയെടുക്കാൻ കഴിയാത്തവൻ ആരാണോ, ഫഖദ് ഹുരിമൽ ഖൈറ കുല്ലുഹു, മുഴുവൻ നന്മകളും അവനിൽ നിന്ന് തടയപ്പെടും. വലാ യഹ്റുമു ഖൈറുഹാ ഇല്ലൽ മഹ്റൂം, ഭാഗ്യം കെട്ടവനല്ലാതെ ആ പുണ്യം നഷ്ടപ്പെടുകയില്ല, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, എന്താണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയുടെ പ്രത്യേകത? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖദറിലൂടെ നമുക്ക് കൃത്യമായി ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ അഥവാ നിർണയത്തിന്റെ രാത്രിയാണ് ഈ വിശുദ്ധ ഖുർആനിനെ നാം അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത എന്താണ്? അന്നാണ് ഖുർആൻ ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ എന്ന മലക്ക് മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുത്തത്. അത് തന്നെയാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ റമദാൻ എന്നുള്ളത്, പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദറിന്റെ സുദിനം എന്നുള്ളത് ഖുർആനിന്റെ ദിവസമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഖുർആനുമായി കൂടുതൽ അടുക്കുവാനും
ആ ഖുർആനിന്റെ അഗാധ തലങ്ങളിലേക്ക് ഓടിയിട്ടുകൊണ്ട് അതിന്റെ അർത്ഥങ്ങളും അതിന്റെ ആ ഒരു പാരായണ ആ ഒരു മാധുര്യമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും ഓരോ വിശ്വാസികളും ശ്രദ്ധിക്കേണ്ടതാണ്. റമദാനിന്റെ ആരംഭം മുതൽ സത്യവിശ്വാസികളായ ആളുകൾ ധാരാളമായി പാരായണം ചെയ്യുന്ന ഒരു ഗ്രന്ഥം എന്നുള്ള നിലയിലാണ് ഖുർആൻ എന്ന പേര് പോലും അതിന് നൽകപ്പെട്ടിട്ടുള്ളത്. ധാരാളമായി ഓതുന്നത്, വായിക്കുന്നത് എന്നെല്ലാമാണ് അർത്ഥം. എന്താണ് ആ സുദിനത്തിന്റെ ഖുർആൻ അവതരിപ്പിച്ച ആ രാത്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങൾ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ പുണ്യങ്ങൾ ചെയ്താൽ ലഭിക്കുന്ന അത്രത്തോളം പ്രതിഫലം ആ ഒരു രാത്രി കൊണ്ട് ഏതൊരു മനുഷ്യനും നേടിയെടുക്കാൻ കഴിയുമെന്നാണ് റസൂലുള്ളാഹി ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. തന്നെയുമല്ല, ആ ദിവസത്തിൽ മറ്റുള്ള ചില പ്രത്യേകതകൾ, തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ, മലക്കുകളും ആത്മാവും അഥവാ ജിബ്രീലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം ആ ദിനം ഇറങ്ങി വരും, ഈ ലോകത്തേക്ക് ഇറങ്ങി വരുമെന്നാണ്. അതുകൊണ്ട് തന്നെ ആ രാത്രി ലൈലത്തുൽ മുബാറക എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തന്നെയുമല്ല, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മലക്കുകളും മറ്റുള്ള അവരുടെ നേതാവായ ജിബ്രീലും ഒക്കെ ഇറങ്ങി വരും എന്നുള്ളത് കൊണ്ട് തന്നെ സലാമുൻ ഹിയ, അന്ന് സമാധാനത്തിന്റെ ഒരു രാത്രിയാണത്. പൈശാചിക പ്രേരണകളിൽ നിന്നും നരകശിക്ഷയിൽ നിന്നുമൊക്കെ വിശ്വാസികൾക്ക് രക്ഷപ്പെടുവാൻ, സമാധാനം ലഭിക്കുവാനുള്ള ഒരു രാത്രിയായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഇതിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവനും ചെയ്താൽ ലഭിക്കാവുന്ന അത്രമാത്രം പുണ്യങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നേടിയെടുക്കുവാനുള്ള സമ്മാനമായി കൊണ്ടാണ് ലൈലത്തുൽ ഖദ്റിനെ നൽകുന്നത്. തന്നെയുമല്ല, ആ ദിവസം മലക്കുകൾക്ക് ഈ ലോകത്ത് എന്താണ് പണി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം, യുക്തിമത്തായ എല്ലാ കാര്യങ്ങളും വേർതിരിക്കപ്പെടുന്ന ദിവസമാണ്. ഒരു മനുഷ്യന്റെ ആയുസ്സിൽ അവന്റെ ഉപജീവനമടക്കമുള്ള, അതുപോലെ തന്നെ അവന്റെ ജനന മരണ നിയമങ്ങൾ മുഴുവനും, ആ മനുഷ്യനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മുഴുവനും നടപ്പിലാക്കുവാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ലൗഹുൽ മഹ്ഫൂദിൽ നിന്നുള്ള അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ അള്ളാഹു തന്റെ മലക്കുകൾ മുഖേന ഈ ലോകത്ത് നടപ്പാക്കപ്പെടുന്ന ദിവസമാണ് ലൈലത്തുൽ ഖദ്റിന്റെ ദിവസം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും തീർപ്പ് കൽപ്പിക്കുന്ന ദിവസമാണെന്ന് എന്നുള്ളത് നമ്മൾ അറിയേണ്ടത്. അതിനാൽ ആ ലൈലത്തുൽ ഖദ്ർ അതിനെ മനസ്സിലാക്കിക്കൊണ്ട്, അതിന്റെ ശ്രേഷ്ഠത അറിഞ്ഞുകൊണ്ട് ആ സുദിനങ്ങളിൽ നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ആവലാദികളും എല്ലാം അറിയുന്നവനായ റബ്ബിന്റെ അരികിലേക്ക് ഒരു വിശ്വാസി സങ്കടത്തോടുകൂടി ആവശ്യപ്പെടുമ്പോ അവന്റെ പാപങ്ങളിൽ നിന്ന് രക്ഷ കിട്ടുവാൻ വേണ്ടി അള്ളാഹുവിനോട് അവൻ ആത്മാർത്ഥമായി തൗബ ചെയ്യുന്നത് ലൈലത്തുൽ ഖദ്റിന്റെ സുദിനത്തിലാണെങ്കിൽ, സഹോദരങ്ങളെ, ആ മനുഷ്യനാണ് ഭാഗ്യം ലഭിച്ചവൻ. ആരെങ്കിലും അന്നേര ദിവസം ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ തീർച്ചയായും അവന്റെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും. മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തോടെ, അതുപോലെ തന്നെ എന്റെ റബ്ബ് ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് കൃത്യമായി എനിക്ക് പ്രതിഫലം നൽകുമെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഉത്തരം കിട്ടും എന്റെ പ്രാർത്ഥനയ്ക്ക് എന്നുള്ള ദൃഢവിശ്വാസത്തോടെ, എന്റെ വാക്കുകൾക്ക്, എന്റെ പ്രാർത്ഥനകൾക്ക് എന്റെ റബ്ബ് കേൾക്കും. കരുണാമയനാണവൻ, എന്നോട് അവന് സ്നേഹമാണ്. എന്റെ പാപങ്ങൾ മുഴുവനും, ഞാൻ ഒരു മനുഷ്യനാണ്, ദുർബലനാണ്. നൈമിഷികമായ ചില സമയങ്ങളിൽ ഒരുപാട് വീഴ്ചകൾ എന്നിൽ വന്നു പോയിട്ടുണ്ട്. അത് ഞാൻ ഏറ്റു പറഞ്ഞാൽ കരുണക്കടലായ എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരുമെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി ഒരടിമ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തുകയാണെങ്കിൽ തീർച്ചയായും അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ മുഴുവനും
അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ ദൂതരുടെ വാക്കായി നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവിടുന്ന് പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ആയിഷ ബീവി ഉദ്ധരിക്കുന്ന ഹദീസിൽ നിന്ന് ഇബ്നു നുമൈസ് എന്ന് പറയുന്ന സഹാബി ഉദ്ധരിക്കുന്നത് ഇൽതമിസൂ ലൈലത്തുൽ ഖദർ എന്നാണ്. മറ്റൊരു വഖീഅ എന്ന് പറയുന്ന ഒരു സഹാബി ഉദ്ധരിക്കുന്നത് തഹറൗ ലൈലത്തുൽ ഖദർ, നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ അന്വേഷിക്കണം, നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ അതിന്റെ പുറകെ നിങ്ങൾ കൂടണം. ഏത് സമയത്ത്? ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമദാൻ, റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക എന്ന് ആയിഷ ബീവിയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ആ ദിവസത്തിൽ റമദാനിന്റെ അവസാനത്തെ 10 കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ആയിഷ ബീവി ഉദ്ധരിക്കുകയാണ്. ഇദാ ദഖലൽ അശ്റു, അവസാനത്തെ 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ചു കഴിഞ്ഞാൽ അഹ്യൽ ലൈല, അദ്ദേഹം രാത്രി ഒരിക്കലും ഉറങ്ങാറില്ല, രാത്രികാലങ്ങളെ സജീവമാക്കും. തന്റെ ഭാര്യയെയും മക്കളെയും ഒക്കെ വിളിച്ചുണർത്തും. പുണ്യകരമായ സുദിനങ്ങളാണ് എന്റെ പൊന്നുമക്കളെ, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവളെ, കിടന്നുറങ്ങേണ്ട ഈ സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ആരാധനകൾക്ക് റബ്ബിന്റെ അരികിൽ പ്രത്യേകമായ സ്വീകാര്യതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വന്തം ജീവിതം കൊണ്ട് കാണിക്കുകയാണ്. ലൈംഗിക താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് തന്റെ അരയും തലയും മുറുക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജദ്ദ ആ ലൈലത്തുൽ ഖദറിന് വേണ്ടി കഠിന പരിശ്രമം നടത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് ആയിഷ ബീവി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അത്രമാത്രം ഉത്സാഹത്തോടുകൂടി ഒരു പാപവും ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത പ്രവാചകൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ റസൂലുള്ളാഹിനെ കണ്ടുകൊണ്ട് അവിടുത്തെ സഹാബത്ത് എത്രമാത്രം താല്പര്യത്തോടുകൂടി അതിനുവേണ്ടി ഒരുങ്ങിയിട്ടുണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ റമളാനിന്റെ അവസാനത്തിൽ 10 നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കണമെന്നാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അതുവരെ മറ്റുള്ള ദിവസങ്ങളിൽ ഒന്നുമില്ലാത്ത വിധത്തിൽ ഈ റമളാനിന്റെ അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്സാഹിക്കാറുണ്ടായിരുന്നു. സഹോദരങ്ങളെ, നമ്മളുമൊക്കെ ഈ ഒരു താല്പര്യത്തോടു കൂടി ജീവിക്കുന്നവരാണ്. പക്ഷെ എന്തൊക്കെയോ പോരായ്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിലേറ്റവും ശ്രേഷ്ഠകരമായ റമളാനിന്റെ അവസാനത്തെ 10 കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു സുന്നത്തുണ്ടല്ലോ, ഇഅ്തികാഫ്, പള്ളിയിൽ ഭജനമിരിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്താണ് ഇഅ്തികാഫ് കൊണ്ട് വിവക്ഷ? ഒരു മനുഷ്യന്റെ സകലമായ ചിന്തകളും പ്രവർത്തനങ്ങളും ഒക്കെ മാറ്റിവെച്ച് റബ്ബിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് അവന്റെ പള്ളിയിൽ ചടഞ്ഞു കൂടി ഇരിക്കുന്നതിനാണ് ഈ ഇഅ്തികാഫ് എന്ന് ഭാഷാപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ന് വെച്ചാൽ അവന്റെ മലമൂത്ര വിസർജന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പുറത്തിറങ്ങുന്ന വേറൊരു കാര്യത്തിനും പോകാതെ 24 മണിക്കൂറും പള്ളിയിൽ തന്നെ കൂടുക എന്നുള്ളതായിരുന്നു റസൂലും സഹാബത്തും അനുധാവനം ചെയ്തിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ രീതികൾ ആ രൂപത്തിലാണ് ഉണ്ടായിരുന്നത്. അതുതന്നെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരുന്നത്. അവിടുന്ന് പറയുകയാണ്, അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅതകിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ, റമളാനിന്റെ അവസാനത്തെ 10 അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ജീവൻ എടുക്കുന്നത് എന്ന് വെച്ചാൽ അത് അവിടുന്ന് മരണപ്പെടുന്നു പോകുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നു. അതാണ് പ്രവാചകന്റെ ശേഷവും അദ്ദേഹത്തിന്റെ ഭാര്യമാർ പിന്നീടും പള്ളികളിൽ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്ന കാലത്ത് ചെയ്തിട്ടില്ലാത്ത ഒരു പ്രവർത്തനം അവിടുത്തെ വഫാത്തിന് ശേഷം അവിടുത്തെ ഭാര്യമാർ ചെയ്യുകയില്ല എന്നുള്ളത് നമുക്കറിയാം. പ്രവാചകന്റെ കാലത്ത് സഹാബത്തും അവരുടെ ഭാര്യമാരുമൊക്കെ പള്ളികളിൽ പോയിരുന്നു എന്നും ഇഅ്തികാഫിരുന്നു എന്നുമൊക്കെ ഈ വളരെ വ്യക്തമായ ഈ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിന്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ പള്ളിയിലേക്ക് ജീവിതത്തിൽ ഒരിക്കലും പോലും വരാറില്ല. അത്തരക്കാർ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്തിനാണ് പിന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അത് എന്റെ വ്യക്തിപരമായ വിഷയമാണ്. കാരണം പള്ളിയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരുത്തനെ
പിന്നീട് മരിച്ചു കഴിഞ്ഞ ശേഷം മരണപ്പെടുന്നതിനെ കൊണ്ട് പ്രത്യേകിച്ച് സ്വർഗം കിട്ടാനൊന്നും പോണില്ല എന്നുള്ളത് കൂടെ നമ്മൾ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സഹാബത്ത്, അതുപോലെ തന്നെ പ്രവാചകന്റെ സഹാബിമാർ, വനിതകൾ, അവർ എന്തൊക്കെയാണോ മില്ലത്ത് ജീവിതത്തിൽ കൊണ്ടുവന്നിരുന്നത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ സലഫികളാണ്, പക്ഷെ നമ്മുടെ ഭാര്യമാർ പള്ളിയിലേക്ക് വരാൻ മടി കാണിക്കുന്നവരാണ്. പറഞ്ഞു കൊടുക്കാറില്ല, നമ്മൾ പറഞ്ഞു കൊടുത്താലും കേൾക്കൂല, അങ്ങനെയാണ് പോയാൽ മതി എന്ന് പറയും. ഇത് ആദർശത്തിന്റെ പ്രശ്നമാണ് സഹോദരങ്ങളെ. നമ്മുടെ ഭാര്യമാരെയും മക്കളെയും ഒക്കെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടവരാണ് നമ്മൾ. ഇത് റബ്ബിന്റെ താക്കീതാണ്. നിങ്ങളുടെ ഭാര്യമാർ നരകത്തിലേക്ക് പോകുന്നത് നിങ്ങൾ നോക്കണം കേട്ടോ. അള്ളാഹുവിന്റെ ദീൻ എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. സഹാബത്തിന്റെ മാതൃകകൾ അവരെ കൃത്യമായി മനസ്സിലാക്കി കൊടുത്താൽ നമ്മൾ വഴി പോരുന്ന വഴിയിൽ അവർ പോരും. 1-2 പ്രാവശ്യമൊക്കെ ഇടഞ്ഞു നിന്നാലും പിന്നീട് അതിന്റെ ഹത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും പിശാച് അവരുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകും. അതുകൊണ്ട് തന്നെ സഹാബത്തിന്റെ ഭാര്യമാരുടെ മില്ലത്ത് ഇന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ നിലയിലാണ് അള്ളാഹുവിന്റെ ഭവനത്തിൽ ചടഞ്ഞു കൂടിയിരിക്കുന്ന ആ ഒരു പ്രവണതയായിരിക്കണം എത്തിക്കാവ്. ഇത് ചെയ്യേണ്ടത് എപ്പോഴാ? റമളാനിന്റെ അവസാനത്തെ 10-ൽ. ഖേദകരമെന്ന് പറയട്ടെ, റമളാനിന്റെ അവസാനത്തെ 10-ലായാൽ നമ്മുടെ സഹോദരിമാർ അവർ അണിഞ്ഞൊരുങ്ങുകയാണ്, അങ്ങാടികളിലേക്ക് ഊരുതണ്ടുവാൻ വേണ്ടി പോവുകയാണ്, പർച്ചേസിംഗ് ആണ്. പെരുന്നാൾ ഡ്രസ്സ് വേണം പോലും. അതിനെ കുറിച്ച് ചോദിച്ചാൽ പിന്നെ പെരുന്നാളിന് പുതിയ ഡ്രസ്സിന്റെ സുന്നത്ത് അറിയില്ലേ? നമുക്ക് പറയണവർക്ക് ഇങ്ങോട്ട് സുന്നത്ത് പഠിപ്പിച്ചു തരും. പെരുന്നാളിന് പുതിയ ഡ്രസ്സ് ഉണ്ടെന്നുള്ള സുന്നത്ത് നമ്മുടെ സഹോദരിമാരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ പള്ളിയിൽ വന്നിരുന്നാൽ ലഭിക്കുന്നതിനേക്കാൾ പുണ്യകരമായ ആ പ്രതിഫലം അതിനെ നിഷേധിച്ചുകൊണ്ട് ഈ ഒരു സുന്നത്തിന്റെ മുഖവിലക്കെടുക്കുന്നു എങ്കിൽ അതിന്റെ പിന്നിൽ പിശാചാണെന്നുള്ള തിരിച്ചറിവ് നമ്മൾക്കുണ്ടാവണം. അതിന് നമ്മൾ വളം വെച്ചു കൊടുക്കുന്നു പുരുഷന്മാർ. അതുകൂടെ നമ്മൾ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ തൃപ്തിയും സ്വർഗവുമാണ് നമ്മൾ പ്രധാനമായി ലക്ഷ്യം വെക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ പള്ളിയിലുള്ള ആ റബ്ബിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചടഞ്ഞു കൂടിയിരിക്കുന്ന സമ്പ്രദായമായിരിക്കണം എത്തിക്കാഫ്. ചില ആളുകള് എത്തിക്കാഫിന് വേണ്ടി പള്ളിയിലൊക്കെ വരാറുണ്ട്. വന്നു ഒരു 2 റക്അത്ത് കടന്നുറങ്ങും, എന്നിട്ട് അടുത്തുള്ളവരോട് 2 വർത്താനവും പറഞ്ഞ് അപ്പോഴേക്ക് 4 കോട്ടമായിട്ട് ഒരു മൂലക്കട കടന്നുറങ്ങും. സുബൈന്റെ മുമ്പ് നീച്ചു പോകും. ആള് എത്തിക്കാഫില. പെരയിലിരിക്കുന്ന പെണ്ണുങ്ങൾ വിചാരിച്ചു എന്റെ മാപ്പിള പള്ളിയിൽ എത്തിക്കാഫില, സംഗതി ഇവിടെ കടന്നുറങ്ങിയേക്കാരം. അതല്ല, ആ കൂട്ടത്തിൽ ഉറങ്ങാം. മറിച്ച് കൂടുതലും നമ്മൾ അദ്ദേഹം തന്റെ വീട്ടുകാരെ ഉണർത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം എഴുന്നേൽക്കും. ഒരിക്കലും ഉറങ്ങാത്ത രാവുകളാണ് പ്രവാചകൻ ഉണ്ടായിരുന്നത്. മനുഷ്യനാണ്, ക്ഷീണുണ്ടാവും. ഇങ്ങനെ ക്ഷീണിച്ച് ഒരു മനുഷ്യൻ ഉറങ്ങിപ്പോയാൽ ആ ഉറക്കത്തിന് പോലും പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു മതത്തിന്റെ ആളുകളാണ്. അല്ലാതെ വെറും കിടന്നുറങ്ങുന്നതിനല്ല പ്രതിഫലം, മറിച്ച് ആരാധനകൾക്കിടയിലുള്ള ആ ഒരു അവസ്ഥയായിരിക്കണം നമ്മളത് മനസ്സിലാക്കേണ്ടതാണ് എന്നുകൊണ്ട് ഇതിനോട് ചേർത്ത് മനസ്സിലാക്കുക. ആ ലൈലത്തുൽ ഖദർ ഈ വർഷത്തിലെങ്കിലും ഇൻഷാ അല്ലാഹ് എന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടില്ല എന്ന് ഞാനും നിങ്ങളും ദൃഢപ്രതിജ്ഞ എടുക്കണം. കാരണം 1000 മാസത്തേക്കാൾ പുണ്യകരമായ എന്റെ ഒരു മനുഷ്യായുസ് മുഴുവനും 100 വയസ്സ് വരെ എനിക്ക് ജീവിക്കാനുള്ള ആ ഒരു അവസരം എന്റെ റബ്ബി ലോകത്ത് എനിക്ക് നൽകിയിട്ട് ആ ഒരു 100 വയസ്സിന്റെ ഇടയിൽ ഞാൻ ചെയ്യുന്ന ആ ഒരു ആയുസ് മുഴുവനും ലഭിക്കുന്നു ചെയ്താൽ കിട്ടുന്ന അത്രയും പുണ്യം ഒരൊറ്റ രാത്രി കൊണ്ട് എനിക്ക് നേടിയെടുക്കാൻ കഴിയുന്നു എങ്കിൽ അതാണ് അതിന്റെ ഭാഗ്യം എന്നുള്ളത്. ആ ലൈലത്തുൽ ഖദറിനെ നമ്മൾ പ്രതീക്ഷിക്കണം. തഹറൗ ലൈലത്തുൽ ഖദർ. നിങ്ങൾ അതിനെ അന്വേഷിക്കുക, നിങ്ങൾ അതിന്റെ പുറകിൽ തന്നെ ഉണ്ടാവണം, അതിനുവേണ്ടി പരിശ്രമിക്കണമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോടും നിങ്ങളോടും ഉണർത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു പുണ്യം നേടിയെടുക്കുവാൻ വേണ്ടി നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും കാരുണ്യവാനായ റബ്ബ് നമുക്ക് ഏവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد
وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്. നമ്മൾ മനസ്സിലാക്കിയത് റമദാൻ അതിൻ്റെ അവസാനത്തെ 10-ന്റെ പ്രാധാന്യം, ആ ശ്രേഷ്ഠത അറിഞ്ഞുകൊണ്ട് നമ്മൾ ആ 10-നെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ റമദാനിൻ്റെ അവസാനത്തിലേക്ക് ഒരുങ്ങണമെന്നാണ് സൂചിപ്പിച്ചു വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരു ഹദീസ് പ്രകാരം റമദാനിലെ ഓരോ രാത്രിയിലും വഫീഹി ഇഅ്തഖും മിനൻ നാർ വദാലിക കുല്ല ലൈല, എല്ലാ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. വീട്ടിൽ കടന്നുറങ്ങുന്ന നമുക്ക് ആ സൗഭാഗ്യമുണ്ടാകുമോ ഇല്ലേ എന്ന് ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ ഇതുവരെ കഴിഞ്ഞതൊക്കെ പോയി, ഇനിയുള്ള ദിവസങ്ങളെങ്കിലും ഈ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധ കൊടുത്തുകൊണ്ട് കൂടുതൽ കൂടുതൽ നന്മകളിലൂടെ നമസ്കാരങ്ങളിലും ഖുർആൻ പാരായണങ്ങളിലും ചർച്ചാ ക്ലാസ്സുകളിലുമൊക്കെ ധാരാളമായി പ്രാർത്ഥനകളിലൊക്കെ ആയിക്കൊണ്ട് നമ്മുടെ രാത്രിയെ സമ്പന്നമാക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഒന്നുകൂടെ ഉണർത്തുവാനുള്ളത്. നമ്മുടെ പാപങ്ങൾ, തെറ്റ് ചെയ്യാത്ത മനുഷ്യരുണ്ടാവില്ല. കുല്ലു ബനി ആദം ഖത്താഊൻ, ആദമിന്റെ മക്കൾ തെറ്റ് ചെയ്യുന്നവരാണ്, അവരുടെ പ്രകൃതം അതാണ്. ആ സമയങ്ങളിൽ ഈ തെറ്റുകളൊക്കെ അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ് എല്ലാം അറിയുന്ന റബ്ബിനോട് അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി വൽമൻ കസീറ, പടച്ചവനെ ഞാൻ എന്നോട് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഫഗ്ഫിർലി മഗ്ഫിറത മിൻ ഇൻദിക്, അല്ലാഹു നിന്റെ അരികിൽ നിന്നുള്ള മഗ്ഫിറത്ത്, പാപമോചനം നീ എനിക്ക് നൽകണേ, എന്നോട് നീ പുറത്തു തരണേ എന്ന് ആത്മാർത്ഥമായി കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് റബ്ബിനോട് സങ്കടം പറയാനുള്ള സുദിനങ്ങൾ നമ്മൾ പരമാവധി മുതലാക്കണം എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുവാനുള്ളത്. റമദാനിന്റെ അവസാനത്തെ 10-ന്റെ മഹാത്മ്യം തന്റെ സഹാബത്തിന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തപ്പോ അവിടുത്തെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂലിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അവർ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരെ, അറഅയ്ത ഇൻ അലിംതു അയ്യു ലൈലത്തുൻ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ ഏതാണ് എന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ എന്താണ് പറയേണ്ടത്? മാ അഖൂലു ഫീഹാ, ഞാൻ എന്താണ് എൻ്റെ റബ്ബിനോട് കാര്യമായിട്ട് അതിൽ ചോദിക്കേണ്ടത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഖൂലി, നീ പറ, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണല്ലോ, നീ മാപ്പ് ചോദിക്കുന്നതിന് ഏറ്റവും ഇഷ്ടപ്പെടുന്നവനുമാണല്ലോ, അതിനാൽ ഫഅഫു അന്നി, എൻ്റെ റബ്ബേ എനിക്ക് നീ പുറത്തു തരണേ എന്ന് നീ പറഞ്ഞേക്ക്. ഒരു മനുഷ്യന്റെ നാവിൽ നിന്ന് അത് ധാരാളമായി വരേണ്ടുന്ന സമയമാണ് സഹോദരങ്ങളെ. നമ്മുടെ അവസാനത്തെ 10-ലേക്ക് കിടക്കുമ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ ധാരാളമായി വർദ്ധിപ്പിക്കണമെന്നാണ്. ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. പഠിക്കാനും പറയുവാനും വളരെ ലളിതമായ ഈ പ്രാർത്ഥന, അല്ലാഹുവേ നീ മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണ്, നീ മാപ്പ് നൽകുന്നവനാണ്, അതിനാൽ എനിക്ക് നീ എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ, ഫഅഫു അന്നി, എനിക്ക് നീ മാപ്പ് നൽകണേ എന്ന് പാപികളായ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥന ധാരാളമായി നടത്തണം എന്നുള്ളതാണ് ഈ സമയത്ത് നമ്മൾ ചോദിക്കേണ്ട. രാത്രി കാലങ്ങളിൽ പ്രാർത്ഥനയുടെ ആ ഒരു ഏറ്റവും ഉത്തമമായ സമയം, മറകൾ നീക്കപ്പെടുന്നു, റബ്ബിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ഉയർത്തപ്പെടുന്ന സമയം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ സ്വീകരിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അല്ലാഹുവേ റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ എന്ന് അള്ളാഹുവിനോട് ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ ഏത് സൽക്കർമ്മം ചെയ്യുകയാണെങ്കിലും, ഓതുകയാണെങ്കിലും, നമസ്കരിക്കുകയാണെങ്കിലും ഒക്കെ അതിന്റെ അവസാനത്തിലായിക്കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ കർമ്മങ്ങൾ സ്വീകരിക്കണേ എന്ന്
നമ്മൾ പ്രാർത്ഥിക്കണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം റബ്ബിന്റെ കൽപ്പന പ്രകാരമാണ് കഅബ പടുത്തുയർത്തിയത്. എന്നിട്ട് അവിടെ നിന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചതാണ്, അള്ളാഹു ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. അപ്പൊ ആ ഒരു പ്രാർത്ഥനാ മനോഭാവം, കാരണം ഒരു വിശ്വാസിയുടെ ആയുധമാണ് പ്രാർത്ഥന. അവന്റെ നിലനിൽപ്പ് അതിലാണ്, പ്രാർത്ഥനയുടെ മുമ്പിലാണ്. നമ്മൾ പഠിച്ചതാണ് ബദർ, നാളെ അഥവാ റമദാൻ 17-നാണ് ബദർ സംഭവിച്ചത്. ആ ബദറിൽ സത്യവിശ്വാസികളായ ആളുകൾക്ക് വിജയം നേടാൻ സാധിച്ചത് അവർ വളരെ ന്യൂനപക്ഷമായിരുന്നിട്ട് പോലും വൻപിച്ച ഒരു സൈന്യത്തോട് അവർക്ക് ജയിക്കാൻ സാധിച്ചത് റബ്ബിനോടുള്ള അചഞ്ചലമായ വിശ്വാസവും പ്രാർത്ഥനയുമാണ്. അള്ളാഹു പറയുന്നുണ്ട്, ലൗലാ ദുആഉക്കും, അള്ളാഹു നിങ്ങളെ പരിഗണിക്കുകയില്ല, നിങ്ങളുടെ പ്രാർത്ഥനയില്ലായിരുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങളെ പരിഗണിക്കൂല എന്നാണ്. അപ്പൊ അള്ളാഹു നമ്മളെ പരിഗണിക്കാനുള്ള മാനദണ്ഡമാണ് പ്രാർത്ഥന. സഹോദരങ്ങളെ, അഹങ്കാരികളെ ഇല്ലാതെ, അഹങ്കാരം മനസ്സിൽ നിന്ന് മാറ്റി വെച്ചുകൊണ്ട് വിനയാന്യതരായി നമ്മുടെ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനുള്ള ഈ സുദിനങ്ങൾ, ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് എനിക്കും എന്നോടും നിങ്ങളോടും ഉണർത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പൊറുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുവേ, ഒരുപാട് പാവങ്ങൾ, ഒരുപാട് ഏറ്റക്കുറച്ചിലുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. അല്ലാഹുവേ, കാരുണ്യവാനായ റബ്ബേ, ഞങ്ങൾക്ക് നീ അതെല്ലാം പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിൽ ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യാറുണ്ട്. അല്ലാഹുവേ, ദുർബലമാകുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ മനസ്സുകൾ നീ നിയന്ത്രിക്കുകയും അല്ലാഹുവേ, നിന്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിർത്തുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാവിധ പാപങ്ങളെയും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, വിവരമില്ലാതെ ഒരുപാട് പാപങ്ങളിലൂടെ, തെറ്റുകളിലൂടെ ജീവിച്ചവരാണ്. അല്ലാഹുവേ, നിന്റെ കൃപയും കരുണയും ഞങ്ങളുടെ നേരെ നീ വർഷിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങളെ മുഴുവനും പുറത്തു മാപ്പാക്കി തന്ന് ശുദ്ധന്മാരിൽ ശുദ്ധന്മാരായിക്കൊണ്ട് നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ എവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു, അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹു, നിന്റെ കാരുണ്യം കൊണ്ട് അവരുടെ ഖബറുകളെ നീ പ്രകാശപൂരിതമാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ നോമ്പുകളും ഞങ്ങളുടെ ദാനധർമ്മങ്ങളും ഞങ്ങളുടെ സൽക്കർമ്മങ്ങളും നല്ല ചിന്തകൾ പോലും അല്ലാഹുവേ, സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് നീ ഖബൂൽ ചെയ്യണമേ റഹ്മാനെ. അല്ലാഹു, ദുർബലമായ മനസ്സിന്റെ ഉടമകളാണ്, ഒരുപാട് തെറ്റുകൾ ചിന്തിച്ചവരാണ്, പ്രവർത്തിച്ചവരാണ്. അല്ലാഹുവേ, നിന്റെ കരുണ കൊണ്ട് അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, കൂടുതൽ പുണ്യങ്ങൾ പ്രവർത്തിക്കുവാനും നന്മകളിലൂടെ ജീവിതാന്ത്യം അല്ലാഹുവേ നിന്റെ ഇഷ്ടം നേടിക്കൊണ്ട് നിന്റെ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഒരുപാട് ആളുകൾ അക്രമങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പീഡിതരായ പാപങ്ങളായ ആളുകൾക്ക് നീ മനസ്സമാധാനവും സ്ഥൈര്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ദീനിന്റെ മാർഗത്തിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് നീ പുണ്യകരമായ ശുഹദാക്കളായി അവരെ നീ പരിവർത്തിപ്പിക്കണമേ റഹ്മാനെ. അവരുടെ സൽക്കർമ്മങ്ങൾ നീ സ്വീകരിക്കണമേ റഹ്മാനെ. അവരുടെ നിന്ന് വന്നുപോയ പാപങ്ങളെ നീ പുറത്തു മാപ്പാക്കി കൊടുക്കണമേ റഹ്മാനെ. പ്രവാസികളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നിർഭയത്വവും സമാധാനവും അവരുടെ നാടുകളിലും ഞങ്ങളുടെ നാടുകളിലും നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിൽ ഹാജാത്ത്. اللهم أجرنا وأجر والدينا من النار. اللهم أجرنا وأجر والدينا من النار. اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. واغفر لنا يا غافر المذنبين والحمد لله رب العالمين.